2018 സെപ്റ്റംബറിലാണ് ഈ സുപ്രീം കോടതിയുടെ 5 അംഗ ഒരു ബെഞ്ചിൻ്റെ ഈ നിർണായകമായിട്ടുള്ള ഒരു വിധി വരുന്നത്. സുപ്രീം കോടതിയിൽ കേസുമായി പോകുന്നത് പോലും RSSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുമായിട്ട് ബന്ധമുള്ള അഭിഭാഷകരും അങ്ങനെയുള്ള ആളുകളുമാണ് ഇതിലേക്ക് പോകുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഈ വിധി വന്ന ഉടനെ തന്നെ ഈ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് നമ്മൾ കേരളം കണ്ടു, കേരളം പൊട്ടിത്തെറിക്കുന്ന സ്ഫോടനാത്മകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ. ഈ സ്ത്രീ പ്രവേശം പാടില്ല, ആചാരം നിലനിർത്തണം എന്നുള്ള ഒരു നിലപാടുമായിട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക്, നാമജപ ഘോഷയാത്രകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികൾ പലതും ഉടനെ നിലപാട് മാറ്റി. സംസ്ഥാന സർക്കാർ ഈ നിലപാടിൽ മാറ്റം വരുത്തുന്നത് ജനഹിതം അനുസരിച്ചാണ്. അത് സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു അവസരോചിതമായിട്ടുള്ളൊരു ഉചിതമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ മാറ്റം വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായേക്കാം. പക്ഷേ ഇതേ നിലപാട് സ്വീകരിച്ച ആളുകൾ സുവർണ അവസരമായി കണ്ട് U-turn അടിച്ചത്, നിലപാട് മാറ്റിയത് നമ്മൾ മറന്നുപോകരുത്. നമസ്കാരം. വളരെ നിർണായകമായൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് കേരള സർക്കാർ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഒരു U-turn. ഇനി ആചാര സംരക്ഷണകർക്കൊപ്പം മുൻ നിലപാട് തിരുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡും സമാനമായൊരു നിലപാട് മാറ്റം അറിയിച്ചിരുന്നു. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ, അത് ഇനി ഈ വിഷയത്തിൽ ഒരു കലാപം കേരളത്തിൽ വേണ്ട എന്നൊരു രാഷ്ട്രീയ നിലപാടാണോ, അതോ ഇനിയും ഈ വിഷയത്തിൽ തൊട്ട് പൊള്ളണ്ട എന്നൊരു തിരിച്ചറിവാണോ? എന്തായിരിക്കും ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ ഇങ്ങനൊരു തീരുമാനം വരാനുള്ളൊരു കാരണം? 2018 സെപ്റ്റംബറിലാണ് ഈ സുപ്രീം കോടതിയുടെ 5 അംഗ ഒരു ബെഞ്ചിൻ്റെ ഈ നിർണായകമായിട്ടുള്ള ഒരു വിധി വരുന്നത്. അതൊരു റീജോയിൻഡർ അതിലുണ്ടായിരുന്നു. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിയോജനത്തോടു കൂടിയാണ് ഈ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ്, ബെഞ്ചിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ യുവതി പ്രവേശത്തിന് അനുമതി നൽകുന്നത്. അപ്പോൾ പുരോഗമനപരമായ ഒരു സമീപനം എന്നുള്ള രീതിയിൽ, അതായത് സ്ത്രീകളോട് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഒരു വിവേചനം പാടില്ല എന്നുള്ള നിരീക്ഷണം സുപ്രീം കോടതി ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ജഡ്ജ്മെൻറ്റ് ആ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ, കേരളത്തിലെ ഒരു മാറ്റത്തിൻ്റെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു കാര്യം മാറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാട് ആ ഒരു ഗവൺമെൻറ് സ്വീകരിച്ചു. അതായത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ കേസ് കൊടുക്കുന്നത് പോലും, സുപ്രീം കോടതിയിൽ കേസുമായി പോകുന്നത് പോലും RSSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുമായിട്ട് ബന്ധമുള്ള അഭിഭാഷകരും അങ്ങനെയുള്ള ആളുകളുമാണ് ഇതിലേക്ക് പോകുന്നത്. മാത്രമല്ല അന്നത്തെ ജന്മഭൂമി ദിനപത്രം ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ജന്മഭൂമി ദിനപത്രത്തിൽ ലേഖനം എഡിറ്റ് പേജിൽ വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഈ വിധി വന്ന ഉടനെ തന്നെ ഈ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അതൊരു വളരെ പുരോഗമനപരമായൊരു നീക്കമാണെന്നും സ്ത്രീകളോടുള്ള ഇത്തരത്തിലുള്ള വിവേചനം അവസാനിപ്പിക്കണം, അതുകൊണ്ട് ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ധീരമായിട്ടുള്ളൊരു വിധിയാണ് എന്ന് പറഞ്ഞതിന് സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടിലേക്കാണ് ആദ്യം പോയത്. പക്ഷെ പിന്നീട് നമ്മൾ കേരളം കണ്ടു, കേരളം പൊട്ടിത്തെറിക്കുന്ന സ്ഫോടനാത്മകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവം നമുക്ക് വളരെ വിരളമായിട്ട്, അങ്ങനൊരു സംഭവം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന സംഭവങ്ങൾ കുറവാണ്. അത്രയ്ക്ക് സ്ഫോടനാത്മകമായൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതിൻ്റെ പിന്നിലെ സ്കോപ്പ് തിരിച്ചറിഞ്ഞ് BJP അടക്കം രാഷ്ട്രീയ നിലപാട് മാറ്റി നല്ല രീതിയിൽ. അതെ, അപ്പോൾ ഉടനെ തന്നെ NSS അടക്കമുള്ള സാമുദായിക സംഘടനകൾ ഇതിനനുകൂലിച്ചുകൊണ്ട്, അതായത് ഈ സ്ത്രീ പ്രവേശം പാടില്ല, ആചാരം നിലനിർത്തണം എന്നുള്ള ഒരു നിലപാടുമായിട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക്, നാമജപ ഘോഷയാത്രകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികൾ പലതും ഉടനെ നിലപാട് മാറ്റി. BJP അതൊരു കനക അവസരമാണെന്നും കൂടി പറയുന്നൊരു സ്ഥിതിവിശേഷം, സുവർണ അവസരം എന്ന് പറയുന്ന അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ പുറത്തു വരികയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലപാട് മാറ്റം വരുത്തുകയാണ് അല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്നും വിധി വന്നപ്പോൾ ആ നിലപാടിനെ സ്വാഗതം ചെയ്ത ആളുകൾ പിന്നീട് ഹിന്ദുമത വിശ്വാസികൾ, പ്രത്യേകിച്ച് NSS അടക്കമുള്ള സാമുദായിക സംഘടനകൾ ഇതിനെതിരെ വരുന്നു എന്ന് കണ്ടപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു അപകടം മണത്തെറിഞ്ഞുകൊണ്ട്, തങ്ങളുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുമോ എന്നുള്ളൊരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട്, അപ്പോൾ ആദ്യം ആരാണ് U-turn അടിക്കുന്നത്? മനസ്സിലായില്ലേ? ആ സമയത്തും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയേ ഒരു സംസ്ഥാന സർക്കാരിന് പറ്റുകയുള്ളൂ. കാരണം സുപ്രീം കോടതി ഒരു ഉത്തരവ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് ലോ ഓഫ് ദ ലാൻഡാണ്.
അത് രാജ്യത്തിൻ്റെ ഒരു നിയമമാണ്. അത് പാലിക്കേണ്ടത് പാലിക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഉണ്ട് എന്നുള്ളത് ഭരണഘടനാപരമായൊരു വസ്തുതയാണ്. ആ നിലപാടാണ് അന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതെ, തങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് സർക്കാർ എവിടെയും അന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ നിലപാട് ആചാരം സംരക്ഷിക്കണം എന്നുള്ള നിലപാട് അന്നും സ്വീകരിച്ചിരുന്നു. മാത്രമല്ല വേറൊരു പോയിന്റും കൂടെയും അന്ന് ഈ ദേവസ്വം ബോർഡ് അടക്കമുള്ള ബോഡികൾ മുന്നോട്ട് വെച്ചിരുന്നത് ഇക്കാര്യങ്ങൾ ഹൈന്ദവ മതത്തിൽ വിശ്വാസികളായിട്ടുള്ള പല സംഘടനകളിൽപ്പെട്ട ആചാര്യന്മാരുമായിട്ടും വിദഗ്ധരുമായിട്ടും അതുപോലെ ഈ കാര്യത്തെക്കുറിച്ച് പ്രാവീണ്യമുള്ള പണ്ഡിതരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണം. ഒരുപക്ഷെ അവരുടെ ഒരു സമിതി തന്നെ ഉണ്ടാക്കി ഒരു പഠനം പോലുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നതിനെയും സംസ്ഥാന സർക്കാരും ഇവരൊക്കെ അനുകൂലിച്ചിരുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതുകൊണ്ട് ഏകപക്ഷീയമായ അങ്ങനെ ഒരു നിലപാടിലേക്ക് അന്ന് പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇവിടെ വരുന്നൊരു വസ്തുത തോമസേ, അതായത് ഈ ഒരു കാര്യത്തിൽ ഒരു തെറ്റുപറ്റി ജനങ്ങളുടെ ഹിതം അതല്ല. ജനാധിപത്യത്തിൽ എന്താണ് പ്രധാനം? ജനങ്ങളുടെ ഹിതമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഹിതം അതല്ല. ആചാരം പ്രകാരം തന്നെ ഈ ആർത്തവ ഉള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതാണ് ജനങ്ങൾക്ക് ഭൂരിപക്ഷത്തിനും. ആ രീതിയിലാണ് ജനകീയ നിലപാടെങ്കിൽ അത് തിരുത്തി പോകുന്നത് തന്നെയല്ല അഭികാമ്യം. അല്ലാതെ നമ്മൾ നിലപാടൊരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാം. നിലപാടുകളിൽ ഒരു പക്ഷേ മാറ്റം ഉണ്ടാകും. സ്ത്രീകൾക്ക് തുല്യതയും സ്ത്രീകൾക്ക് പ്രവേശനവും സ്ത്രീകളെ അവഗണിക്കാനോ മാറ്റി നിർത്തപ്പെടാനോ അരികുവൽക്കരിക്കപ്പെടാനോ ഒന്നും പാടില്ല എന്നൊരു ഉറച്ച നിലപാടുണ്ടാകാം. പക്ഷേ ആ നിലപാടിൻ്റെ ഭാഗമായി തന്നെ ഇത്തരം ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് വേറെ സമീപനം സ്വീകരിക്കുന്നതിൽ തെറ്റായ ഒന്നുമില്ല. വാസ്തവത്തിൽ ഏറ്റവും ഒടുവിൽ യൂട്ടേൺ അടിച്ചിരിക്കുന്നത് ഈ പറയുന്ന സർക്കാരാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഒരു രാജ്യത്ത് കലാപത്തിലേക്ക് പോകുന്നു, ഒരു സംസ്ഥാനത്തേക്ക് മതസ്പർദ്ധ ഉളവാകുന്ന വിധത്തിൽ അത് കലാപത്തിലേക്കും വലിയ പ്രതിസന്ധിയിലേക്കും പോകുന്നു എന്ന് പറയുമ്പോൾ ആ രീതിയിലേക്ക് പോയാൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ ജനതാല്പര്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കടമയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല CPM നിലപാടിനകത്ത് മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. CPM നിലപാട് പഴയതുപോലെ തന്നെയാണ്. എല്ലാ രീതിയിലും സ്ത്രീകൾക്ക് തുല്യമായ അവകാശവും ഇതെല്ലാം ഉണ്ടാകണമെന്നുള്ള നിലപാടാണ്. പക്ഷേ ഈ പ്രായോഗികമായ ചില നിലപാടിലേക്ക് പോകുന്നു. അതിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടാൻ വോട്ട് രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പിൻ്റെ വേണ്ടിയാണെന്ന് പറയും. പക്ഷേ അതല്ല പ്രശ്നം. ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ സിറ്റിങ്ങും കാര്യങ്ങളും ആരംഭിച്ച് അവരിപ്പോഴാണ് നിലപാടറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പുമായിട്ട് കോയിൻസൈഡ് ചെയ്തു വന്നതൊരു യാദർച്ഛികത മാത്രമാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തോ ഒരു തിരുത്തൽ വരുത്തി ഒരു യൂട്ടേൺ നടത്തി കോടതിയിലേക്ക് പോവുകയല്ല. ഇത് കോടതി ചോദിച്ച സമയത്തല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കോടതി ചോദിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്. അത് ചോദിക്കുമ്പോഴേ ഒരു സംസ്ഥാന സർക്കാരിന് അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആ അവസരവും തെരഞ്ഞെടുപ്പും ഒരുമിച്ച് വന്നു എന്ന് മാത്രമാണ്. ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ നിലപാടിൽ മാറ്റം വരുത്തുന്നത് ജനഹിതം അനുസരിച്ചാണ്. അത് സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു അവസരോചിതമായിട്ടുള്ളൊരു ഉചിതമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ്. ജനങ്ങൾക്ക് ഭൂരിഭാഗത്തിനും ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ആ ശബരിമലയിൽ ഇന്ന് തുടരുന്ന കാര്യങ്ങൾ അതേപടി പോകണം എന്നാണ് താല്പര്യമെങ്കിൽ അതിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാടതായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ പ്രത്യേക അടിവരയിട്ട് പറയുകയാണ്. ആ സർക്കാരിൻ്റെ നിലപാട് അതായിരിക്കുന്നതിൽ ഒരു തെറ്റില്ല. നേരത്തെ യൂട്ടേൺ അടിച്ചവർ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക, സർക്കാരിൻ്റെ നിലപാടിൽ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചുള്ളൊരു മാറ്റം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനി എന്തായാലും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി. അപ്പോൾ ഈ വിഷയം ഇനി തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കപ്പെടുക? അതായത് അന്ന് ഇതിനെ സുവർണാവസരമാക്കിയവർക്ക് ഇനിയിപ്പോൾ അത് പറയാൻ പറ്റില്ല. സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം നിങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യണ്ടേ. അപ്പോൾ ഇപ്പം അന്ന് ഇത് ഉപയോഗിച്ചവരെ സംബന്ധിച്ച് പുതിയൊരു കാരണം കണ്ടുപിടിക്കാം. അല്ലെ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഇനി വോട്ടായി മാറോ? അല്ല, സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു, അല്ലെങ്കിൽ LDFനെതിരെ വലിയൊരു ക്യാമ്പയിൻ പോയിൻ്റായിട്ട് ഉയർന്നു വരുന്നതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം ഗവൺമെൻറ് പിന്നോക്കം പോയിരിക്കുന്നു. വലിയ കാര്യം പറഞ്ഞെന്ന് അങ്ങനെ നിന്നതാണ്. അതാണ് സ്ത്രീകളെ കയറ്റാൻ ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അവിടെ കയറാൻ വരുമ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ
സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനാപരമായ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുന്നതിനാണ് ഇവിടെ ഗവൺമെൻറ് ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഈ മാറ്റം വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായേക്കാം. പക്ഷേ ഇതേ നിലപാട് സ്വീകരിച്ച ആളുകൾ സുവർണ അവസരമായി കണ്ട് യു-ടേൺ അടിച്ചത്, നിലപാട് മാറ്റിയത് നമ്മൾ മറന്നുപോരുത്. ഇവിടെ പാർട്ടിയും ഗവൺമെൻറ്റിനെയും നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ കാണണം. പാർട്ടിയുടെ നിലപാട് ഒരുപക്ഷെ ഇതായിരിക്കണമെന്നില്ല. ആ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് പാർട്ടിയാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു CPM-ൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെയോ മാത്രമായിട്ടുള്ളൊരു സംവിധാനമല്ല. അതിനകത്ത് ജനാധിപത്യ പാർട്ടികളുണ്ട്, എല്ലാ രീതിയിലുള്ള ഒരു വിശ്വാസികളുടെയും വിശ്വസിക്കാത്തവരുടെയും ഉണ്ട് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൂടെ കണക്കിലെടുത്ത് നേരത്തെ എടുത്ത തീരുമാനം ജനഹിതത്തിന്, ജനതാല്പര്യത്തിന്, ഭൂരിപക്ഷം ജനങ്ങളുടെ താല്പര്യത്തിനും എതിരാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ നിലപാട് തിരുത്തുന്നത് അവസരോചിതവും ശരിയുമാണ് എന്ന പക്ഷത്താണ് നിൽക്കുന്നത്.